വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. ആറ്റിൽ ചൂണ്ടയിടാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ വന്നിരിക്കുക ചൂണ്ടയിടാൻ പോകണം. ഈ ആറ്റിൽ നിന്നാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ പോകണം സ്പൈഡർ ഹുക്കിലാണ്. നമ്മൾ ചേട്ടാ സ്പൈഡർ ഹുക്ക് കാണിക്കും. ഇതിലാണ് നമ്മളിന്ന് മീൻ മേടിക്കാം. പൊളിക്കും. വളർത്തു മീനുള്ള തീറ്റയാണ് ചൂണ്ടയിൽ കൊരുക്കത്ത് സെറ്റ് ചെയ്യണത്. കൊരുപ്പിൽ വയ്ക്കാൻ സൈഡിൽ ഫുള്ളുമാണ് പയ്യൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അമൽ ചേട്ടൻ മണിക്കുട്ടൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് കഴിഞ്ഞ് ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ എത്തിയതാണ്, പക്ഷെ നല്ല വെയിൽ ഇവിടെ കണ്ടോ, നല്ല വെയിൽ. അപ്പുറത്തെ സൈഡ് ഫുള്ള് കാടും പടലവും, ഒരു സൈഡാണ് ആറ്. നമ്മൾ ആ ഫുഡിൻ്റെ ഇതിൽ കൊരുപ്പ് വയ്ക്കും, മറയ്ക്കും, കുത്തി അകത്തോട്ട് കയറ്റും. ഒരു ലെയർ കഴിഞ്ഞ് ഇനി അടുത്ത് സെക്കൻഡ് ലെയർ അതേപോലെ തന്നെ ഫുള്ള് കുരച്ച് വയ്ക്കും. ആദ്യം നമ്മൾ കൊരുപ്പ് ഇതിൻ്റെ അകത്ത് വെച്ച് ഫില്ല് ചെയ്തു, എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഫുഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊരുപ്പ് അറിയാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇത് നേരെ ഇത് സ്റ്റിക്കിൽ വയ്ക്കുക. സ്റ്റിക്കിൽ വയ്ക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക മീൻ കിട്ടാൻ വേണ്ടി. ഫസ്റ്റ് റെഡിയായിരിക്കുകയാണ്. ഫസ്റ്റ് കാസ്റ്റിംഗ് നമ്മൾ തുടങ്ങിയാണ്. അമൽ ചേട്ടൻ അങ്ങ് ഇവിടെ പോയത്. ഓക്കെ, ഫസ്റ്റ് കാസ്റ്റിംഗ് നടന്നിരിക്കുകയാണ്. അമൽ ചേട്ടൻ മണിക്കുട്ടൻ്റെ കാസ്റ്റിംഗ് ആണ് ഫസ്റ്റ്. സെക്കൻഡ് പരിപാടി തുടങ്ങാൻ പോയിരിക്കുകയാണ്. തുടങ്ങിയോ? മണിക്കൂറിനും കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്റ്റിക്ക് എറിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്ക് ഇവിടെ ഒരു താഴെ ഒരു പൈപ്പ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും സെയിം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണമെന്ന് വെച്ചാൽ കാത്തിരിപ്പാണ്. മീൻ കൊത്തുന്നത് വരെ കാത്തിരിപ്പാണ്. അധികം വെയിൽ കാരണം നമ്മൾ ചേട്ടൻ തോർത്ത് തലയിലിട്ടിരിക്കണം. കുട ഇവിടെ ഉണ്ട്, അങ്ങനെ തൊപ്പിയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം മീൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചൂണ്ട ഇട്ടിട്ട് ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ചൂണ്ട എടുക്കാൻ പോകണം. ഫസ്റ്റത്തെ ചൂണ്ട അമൽച്ചേണ്ട ചൂണ്ട. ഓക്കെ, അത് അമൽച്ചേണ്ട ചൂണ്ട എടുക്കുകയാണ് ഗായ്സ്. ചൂണ്ട എടുക്കുന്നത് അടുത്ത മണിക്കൂട്ടിന് ഒന്നിച്ച് രണ്ടുപേരും ചൂണ്ട ഒരുമിച്ച് എടുക്കുകയാണ്. വല്ലതും ഉണ്ടാകുന്ന ഇനി കണ്ടു തന്നെ അറിയണം. ഇല്ല, ഒന്നുമില്ല ഗായ്സ്, ഒന്നുമില്ല. ഉണ്ണിച്ചേട്ടൻ നമ്മൾ ഇതിലെത്തിയിരിക്കുകയാണെന്ന്. അമൽ ചേട്ടൻ സെക്കൻഡ് റൗണ്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഒന്നും കിട്ടിയില്ല. ഉണ്ണിച്ചേട്ടൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് റൗണ്ട് നമുക്ക് മിസ്സായി. സെക്കൻഡ് റൗണ്ടിൽ തൂക്കുന്നതാണ്. മണിക്കൂട്ടി എന്താ മീൻ പിടിക്കാനുള്ള തന്ത്രങ്ങൾ കൊരുപ്പിൽ മണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂട്ടൻ സെക്കൻഡ് റൗണ്ട് കാസ്റ്റ് ചെയ്യാണ്. ഇതിൽ മീൻ പിടിച്ചിട്ടേ ഇനി അടങ്ങുള്ളൂ. ഗത കണക്കിലാണ് തീറ്റ എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. ഇരിക്കണം, മൊത്തം വെയിലായോണ്ടേ മീനൊന്നും കിട്ടിയില്ല ഇതുവരെ. ഇനി അടുത്ത സെറ്റപ്പിൽ നോക്കണം. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വലിച്ചു കിട്ടി. അതിൽ വല്ല കിട്ടിയാ? ഇല്ല. അമൽച്ചേട്ടൻ വലിക്കൂ. അമൽച്ചേൻ്റെ ചെറിയൊരു പാവലല്ലേ ഇത്, ചെറിയൊരു പാവൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരെണ്ണം കിട്ടി. ചെറുതാണെങ്കിൽ ഇത്ര നേരം കാത്തിരിപ്പിന് സന്തോഷമായി. ചെറിയൊരു മീൻ ചെറുതായൊരു ടൈറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, മണിക്കുട്ടൻ്റെ ഉണ്ട്, അമൽച്ചേൻ്റെ വലിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നോക്കി നോക്കാം മീനുണ്ടോ അതോ കൊത്തിക്കൊണ്ട് പോയോ എന്നറിയാൻ പറ്റില്ല ഗൈസ്. അത് കൊടുത്ത് അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒരു പാവല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. രണ്ടാമത്തെ മീനും അതും അമൽച്ചേട്ടൻ തന്നെ പിടിച്ചിരിക്കുകയാണ്. 2 പാവല് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ഒരെണ്ണം അല്പം വലുതും ഒരെണ്ണം അല്പം ചെറുതും. ഇവിടെ വലിയ വ്യത്യാസമില്ല, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ്. അങ്ങനെ മൊത്തം ഇപ്പോൾ 3 വരെ ആയിരിക്കുകയാണ്. ദീപക്കെണ്ണും കൂടെ വന്നിരിക്കുകയാണ്. നമുക്ക് ചൂണ്ടയുടെ സ്റ്റിക്ക് നമുക്ക് കാണിച്ചു തരാം. ദീപക്കെട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിക്ക് എടുത്തു. ഫുഡായി. നമുക്ക് നോക്കാം ഇതിൽ മീനെ കിട്ടോ ഇല്ലേ എന്നറിയാം ഗൈസ്. ഇതിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
അങ്ങ് പോയി. അങ്ങനെ 3 സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1 2 3 3 കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അല്ലെ ഏതെങ്കിലും ഒന്നിൽ ഈ പ്രാവശ്യം മീൻ കിട്ടും. അങ്ങനെ എല്ലാ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. സ്റ്റിക്ക് 3 ഇട്ടതിന് ശേഷം അടുത്ത ദീപക്കേട്ട പോൾ റോഡ് ചെയ്യാണ്. മീൻ കിട്ടി. പക്ഷേ അവിടെ നോക്കി അവിടെ ഒരു മീൻ ഒരു മീനും കൂടെ ഓട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പോൾ റോഡ് നമുക്ക് ഒരു പാവലിന് കിട്ടി. അങ്ങനെ പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. മൊത്തം കൂടെ 3 മീന്. ദീപക്കേട്ടനാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നത്. ഞാൻ അമൽച്ചേട്ടൻ പയ്യെ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ചൂണ്ടയിടാന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന് ഇനി അമൽച്ചേട്ടൻ്റെ അടുത്തയിൽ പുതിയൊരു സാധനം സ്ട്രിങ് ഷോട്ട്. നോട്ട് അമൽച്ചേട്ടൻ അതെങ്ങനെയാണ് ഒരു സംഭവം. ഇതാണ് സാധനം. നേരത്തെ അവിടെ ഒരു മീൻ നിന്ന് അതിനെ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്നതാണ് സെറ്റ് ഇരുന്നത്. അമൽച്ചേട്ടൻ ഒരെണ്ണം അടിച്ചു നോക്കും. അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. നമ്മൾ അടിക്കാൻ പൊക്കാണ് അത്. ലേശ് അതിൽ നമുക്ക് വീണ്ടും നിരാശയാണ്. ആരും ബാക്കി പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ നമുക്ക് മീൻ അങ്ങോട്ട് കിട്ടിയില്ല. ഗായ്സ് പോയി. വീണ്ടും ചൂണ്ടയടിക്കണം. തീറ്റ ഫുള്ള് പൊക്കാണ്. ഈ പ്രാവശ്യം നമുക്ക് മീൻ കിട്ടിയില്ല. ആയിക്കോട്ടെ, നമ്മൾ തീറ്റ തീരണ വരെ നമ്മളിടും. ഒരെണ്ണമെങ്കിലും കിട്ടാതിരിക്കില്ല. ഇത് നമ്മുടെ ഒരു 6ാമത്തെ അറ്റംപ്റ്റ് എന്നാണ് തോന്നുന്നത് ഗൈസ്. അമൽച്ചേട്ട ചൂണ്ടയിൽ ഒന്നുമില്ല. വീണ്ടും മണിക്കൂട്ടം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. മണിക്കൂറുകൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു മാറ്റവും ഇല്ല. ഇവിടെ നമുക്ക് വേണ്ടി അമൽച്ചേട്ടൻ വെള്ളം കൊണ്ടുവരികയാണ് കുടിക്കാൻ വേണ്ടി, തണുത്ത വെള്ളം ഗൈസ്. അങ്ങനെ നമ്മൾ ചൂണ്ടയിടൽ ലാസ്റ്റ് ഇട്ട സ്റ്റിക്ക് എടുക്കുകയാണ്. അമൽച്ചേട്ടൻ്റെ ചൂണ്ടയിൽ ചെറിയ അനക്കം ഉണ്ടായിരുന്നു. മണിക്കൂറിൻ്റെ ചൂണ്ടയിൽ ഒന്നും കിട്ടിയില്ല. ഇനി പ്രതീക്ഷ അമൽച്ചേട്ടയിൽ രണ്ടൊന്ന് ചെറുതായിട്ട് അനക്കമൊക്കെ ഉണ്ടാകാൻ നോക്കാം. ക്ഷമ. അതിലുണ്ട്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. അതിലുണ്ട് ഗൈസ്, ഒരു പാവലുണ്ട്. വയറിൽ ജസ്റ്റ് അങ്ങനെ പിന്നെ അമൽച്ചേട്ടൻ അക്കൗണ്ട് പറഞ്ഞിരിക്കുകയാണ്. ചൂണ്ടിയിട്ട് നമുക്ക് വലിയ മീനൊന്നും കിട്ടിയില്ല. എങ്കിലും കുഴപ്പമില്ല, ചെറിയ 2-3 പാവലൊക്കെ കിട്ടി. പ്രശ്നമില്ല. മണിക്കൂറിന് മാത്രമാണ് ഒന്നും കിട്ടാത്തത്. മണിക്കൂർ എന്തായാലും ഒരു മീൻ പിടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയാണ്. ഓക്കെ ഗൈസ്, ബൈ.